അസ്സലാമു അലൈക്കും. അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത കരുണയും മാപ്പും നിറഞ്ഞ അനുഗ്രഹ മാസമാണ് റമളാൻ. ഈ മാസത്തിലാണ് വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ഇറക്കപ്പെട്ടത്. റമളാൻ മാസത്തിൽ നല്ല പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും. ദുആകൾ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന മാസമാണ് റമളാൻ. നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യും. റമളാൻ മാസത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. റമളാനിന്റെ ആദ്യത്തെ രാത്രിയിൽ അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ശഅബാൻ 30 പൂർത്തിയാക്കി മാസം പിറന്നാൽ റമളാൻ മാസം ആരംഭിക്കും. റമളാനിന്റെ ആദ്യത്തെ രാത്രിയിൽ പിശാചുക്കൾ ബന്ധിക്കപ്പെടും. നരകത്തിന്റെ എല്ലാ വാതിലുകളും അടക്കപ്പെടും. ഒരു വാതിൽ പോലും തുറന്നു വെക്കില്ല. അതുപോലെ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെടും. ഒരു വാതിൽ പോലും അടഞ്ഞിരിക്കില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ റമളാൻ തുടങ്ങിയാൽ നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മളെ ക്ഷണിച്ച് മുന്നോട്ട് വരാൻ കൽപ്പിക്കും. എന്നാൽ തിന്മ ചെയ്തവരോട് തെറ്റ് കുറച്ച് പിറകോട്ട് പോകാൻ കൽപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാനിന്റെ ആദ്യ രാത്രിയിൽ തന്നെ നരകത്തിൽ ഉള്ളവരെ അവരുടെ തഖ്വയുടെ ബലം കൊണ്ടും പാപമോചനത്തിന്റെ ദുആ കൊണ്ടും ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. റമളാനിന്റെ എല്ലാ ദിവസവും അത് തുടർന്നുകൊണ്ടിരിക്കും. ഇപ്രകാരം അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ റമളാനിന്റെ ആദ്യ രാത്രിയിൽ നൽകിയിട്ടുണ്ട്. റമളാനിന്റെ ആദ്യ ദിവസം നമ്മെ ആത്മപരിശോധനയിലേക്ക് നയിക്കുന്ന ഒരു തുടക്കമാണ്. ഇന്ന് നാം നോമ്പിലൂടെ ക്ഷമയും സഹനവും തഖ്വയും പഠിച്ചു. വിശപ്പും ദാഹവും സഹിക്കുമ്പോൾ ദരിദ്രരുടെ അവസ്ഥ മനസ്സിലാക്കാനും അള്ളാഹുവിനോട് കൂടുതൽ അടുത്തു പോകാനും നമുക്ക് സാധിച്ചു. ഈ ആദ്യ ദിവസം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനും തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യാനും മുന്നിലുള്ള ദിവസങ്ങൾ കൂടുതൽ ഇബാദത്തിൽ നിറക്കാനും ഒരു പ്രചോദനമാകട്ടെ. അള്ളാഹു നമ്മുടെ നോമ്പും നിസ്കാരവും ദുആകളും സ്വീകരിക്കട്ടെ. റമളാനിലെ എല്ലാ ദിവസങ്ങളും ഇതുപോലെ ഹൈറോടെ കഴിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ.